മയക്കുമരുന്ന് പോലെ തന്നെ ഒരു സമൂഹത്തെ നശിപ്പിക്കുന്നതാണ് മദ്യവും. കള്ളുകുടിച്ച് നാട്ടിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നവരും അമിത വേഗതയിൽ വാഹനം ഓടിക്കുന്നവരും അപകടം ക്ഷണിച്ചു വരുത്തുകയാണ്. തിരുവനന്തപുരം കാട്ടാക്കടയിൽ മദ്യപ സംഘം സഞ്ചരിച്ച കാർ നിരവധി വാഹനങ്ങളിൽ ഇടിച്ച ഒരു സംഭവത്തിലേക്കാണ്. കാട്ടാക്കടയ്ക്ക് സമീപം കിള്ളിയിലാണ് യുവാവ് അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ചത്. കൂടുതൽ വാഹനങ്ങളെ ഇടിക്കാൻ ശ്രമിക്കുന്നതിനിടെ നാട്ടുകാർ സംഘടിച്ച് കാട്ടാക്കടയിലെ സ്വകാര്യ ആശുപത്രിക്ക് സമീപത്ത് വാഹനം തടയുകയായിരുന്നു. അരുൺ മോഹൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അരുൺ, ഇപ്പോൾ ലഹരിക്കെതിരെ ഇതുപോലെ മദ്യപ സംഘങ്ങൾക്കെതിരെ നാട്ടുകാർ തന്നെ സംഘടിക്കുന്നുണ്ട്. ഇവിടെ എന്താണ് സംഭവിച്ചത്? ഇത് നിരവധി വാഹനങ്ങൾക്ക് നേരെ വാഹനങ്ങൾ ഇടിച്ചിടുന്ന സാഹചര്യമുണ്ടായി. സംഭവത്തിൽ പോലീസ് അതിനുശേഷം, അതായത് നാട്ടുകാർ ആദ്യം സംഘടിക്കുന്നു, വാഹനം തടയുന്നു. സംഭവത്തിന് ശേഷം പോലീസ് അവിടെ എത്തിയിരുന്നോ? എന്ത് നടപടിയാണ് സ്വീകരിച്ചത്? ഇന്നലെ രാത്രി 10 മണിയോടുകൂടിയായിരുന്നു ഈ സംഭവങ്ങൾക്കൊക്കെ തുടക്കം. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതനുസരിച്ച് ഈ വാഹനത്തിലുണ്ടായിരുന്നത് മലയങ്കീഴ് സ്വദേശികളായ കിരൺ, മണികണ്ഠൻ എന്ന് പറയുന്ന രണ്ടുപേരായിരുന്നു. ഇരുവരും മദ്യലഹരിയിലായിരുന്നു. മദ്യപിച്ച് ഇവർ സഞ്ചരിച്ചിരുന്ന ഇന്നോവ കാറായിരുന്നു ഈ പറയുന്ന അപകടങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. കാട്ടാക്കട കിള്ളിക്ക് സമീപത്ത് കുരിശടി മുക്ക് മുതൽ റോഡിൽ പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങളെ ഇടിച്ചു തെറിപ്പിച്ചുകൊണ്ടായിരുന്നു ഇവരുടെ യാത്ര. നിരവധി ബൈക്കുകൾ ഇവർ ഇടിച്ചു തെറിപ്പിച്ചിരുന്നു. ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഒപ്പം ഇലക്ട്രിക് പോസ്റ്റുകളെയും ഈ വണ്ടി ഇടിച്ച് റോഡ് കവർ ചെയ്ത് പോകുന്ന ഒരു സാഹചര്യമാകുന്നു. ഇത് വരുന്ന വാഹന യാത്രികർ ഈ ദൃശ്യങ്ങളൊക്കെ പകർത്തി സമൂഹ മാധ്യമങ്ങളിൽ നൽകിയായിരുന്നു. ഇത് തുടർന്ന് കാട്ടാക്കടയിലെ സ്വകാര്യ ആശുപത്രി ഫ്രണ്ടിലുള്ള ജംഗ്ഷനിൽ വെച്ച് നാട്ടുകാർ ഈ വാഹനത്തെ തടഞ്ഞു നിർത്തി. കാരണം കൂടുതൽ അപകടാവസ്ഥയിലേക്ക് പോകുന്ന ഒരു പശ്ചാത്തലം ആവുകയായിരുന്നു. തുടർന്ന് ഈ പറയുന്ന വാഹനത്തിലുണ്ടായിരുന്നവരും നാട്ടുകാരും തമ്മിൽ കയ്യാങ്കളിയായി, അത് വാക്കേറ്റവും കയ്യാങ്കളിയിലൊക്കെ ആയി. തുടർന്ന് കാട്ടാക്കട പോലീസ് സ്ഥലത്തെത്തി ഈ പറയുന്ന രണ്ടുപേരെയും കസ്റ്റഡിയിലെടുത്തു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും വളരെ 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 നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്തൊരു സാഹചര്യം തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം കാട്ടാക്കട കിള്ളി ഭാഗത്ത് ഉണ്ടായത്. എന്തായാലും ഈ അപകടത്തിൽ ആർക്കെങ്കിലും പരിക്ക് പറ്റിയിരുന്നു അരുൺ? കാരണം അത് കിലോമീറ്ററുകളോളം ഇങ്ങനെ അപകടം സൃഷ്ടിച്ചിരുന്നല്ലോ. യാത്രക്കാർക്ക് പരിക്ക് പറ്റിയത് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷെ നിരവധി വാഹനങ്ങൾ തകർന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതനുസരിച്ച് 8 ബൈക്കുകൾക്കാണ് കേടുപാടുകൾ സംഭവിച്ചത്. ഒപ്പം ഇലക്ട്രിക് പോസ്റ്റും കേടുപാട് വരുത്തി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനൊക്കെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. കാട്ടാക്കട പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇവർക്ക് ഇപ്പോൾ ഇതെല്ലാം നന്നാക്കി കൊടുക്കാം എന്നുള്ള ഒരു ഉറപ്പിന്മേൽ ഇവര് ജാമ്യത്തിൽ വിട്ടയച്ചു എന്നുള്ളതാണ് നമുക്കിപ്പോൾ പോലീസ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ പറയുന്ന തൂഫാൻ പോലെയുള്ള ലഹരി വിരുദ്ധ പരിപാടികൾ ശക്തമായി നടക്കുമ്പോൾ റോഡിൽ അഴിഞ്ഞാടുന്ന ഇത്തരം പ്രവൃത്തികൾ നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ്. തീർച്ചയായും അത് പോലീസ് ഈ പറയുന്ന ഊർജിതമായ ഒരു നടപടി ഇതിനെടുക്കും എന്ന് തന്നെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അരുൺ മോഹനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും പോലീസിന്റെ ഭാഗത്തു നിന്നും കടുത്ത നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.